മുളക്കുഴയിലെ മത്സ്യഫെഡ് മൂല്യവർദ്ധിത ഉൽപാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 10 ഏക്കർ സ്ഥലത്ത് വിപുലമായ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചെങ്ങന്നൂർ മുളക്കഴയിൽ മത്സ്യഫെഡ് മൂല്യവർദ്ധിത ഉൽപാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 10 ഏക്കർ സ്ഥലത്ത് വിപുലമായ വ്യവസായ കേന്ദ്രം നിർമ്മിക്കുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ വികസനത്തിൽ വളരെയേറെ നിർണായകമാകുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത്. മത്സ്യഫെഡിനെ കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിച്ചു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് മത്സ്യഫെഡ്. 2021 നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ മത്സ്യഫെഡ് നഷ്ടത്തിലായിരുന്നു. നിരന്തരമായ ഇടപെടലും പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് മത്സ്യഫെഡ് ലാഭത്തിലാണ്. ആ ലാഭത്തിന്റെ തുടർച്ചയായി വിവിധങ്ങളായ പദ്ധതികൾ മത്സ്യഫെഡ് നടപ്പാക്കാൻ ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയർമാൻ പറഞ്ഞു. ഹോട്ടൽ ശൃംഖല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രങ്ങൾ, നെറ്റ് ഫാക്ടറികൾ, എല്ലാ രംഗത്തും 100ഓളം പെട്രോൾ ബങ്കുകൾ, വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ മേഖലയിലേക്കും മത്സ്യഫെഡ് ഇടപെടാൻ തീരുമാനിച്ചു. മത്സ്യഫെഡിന്റെ പ്രധാനപ്പെട്ട ജോലി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടിയുള്ള സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ്. ഞാൻ മന്ത്രിയായപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, മത്സ്യ സംഘങ്ങൾ ശാക്തീകരിക്കപ്പെടണം. 600-ൽ പരം സംഘങ്ങളുണ്ട്, പക്ഷേ അതിൽ ഭൂരിപക്ഷവും ശാക്തീകരിക്കപ്പെട്ടതല്ല. അപ്പൊ അതിനെ ശാക്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു. ഒപ്പം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന വിവിധ മേഖലകളിലേക്ക് കടന്നു കയറണം. ക്ഷേമം മാത്രം പോരാ, ക്ഷേമത്തോടൊപ്പം ക്ഷേമത്തിനാവശ്യമായ പണവും കണ്ടെത്തണം. സർക്കാർ ഓരോ സ്ഥാപനങ്ങൾക്കും പണം കൊടുത്ത് അത് ചെയ്യിക്കുന്ന ഏജൻസികളല്ല നമ്മുടെ സ്ഥാപനങ്ങൾ. സർക്കാർ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലാഭം ഉണ്ടാക്കി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം നടപ്പാക്കാനാണ്. നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി വലിയ നഷ്ടത്തിലായിരുന്ന മത്സ്യഫെഡ് ഇപ്പോൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. ചെങ്ങന്നൂരിൽ മുളക്കുഴ താഴെ ഭാഗം പ്രദേശത്തുള്ള മത്സ്യഫെഡ് മത്സ്യ സംഭരണ കേന്ദ്രത്തിലാണ് 5.20 കോടി രൂപ ചെലവിൽ മത്സ്യഫെഡിന്റെ മൂല്യവർദ്ധിത ഉൽപാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയാണ് കേന്ദ്രത്തിന് സാങ്കേതിക പിന്തുണ നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മത്സ്യഫെഡ് ചെയർപേഴ്സൺ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. CDNet ന്യൂസ്, മാന്നാർ.